വിശദമായ വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും ശങ്കർദാസിനെയും SIT അറസ്റ്റ് ചെയ്തേക്കും. ഇരുവരെ മാപ്പുസാക്ഷികളാക്കാനാണ് SITയുടെ നീക്കം. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് SIT സംഘം. ദേവസ്വം ബോർഡിന്റെ മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും ശങ്കർദാസിനെയും SIT അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും കട്ടളപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് 2019 മാർച്ചിലാണ് പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്. ആദ്യ ദിവസങ്ങളിൽ, അതായത് KP ശങ്കർദാസിനെയും ഒപ്പം വിജയകുമാറിനെയും അന്ന് ആദ്യം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഇരുവർക്കും ഈ പാളികൾ വിട്ടുകൊടുത്തതിൻ്റെ പിന്നിൽ പങ്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന മിനിറ്റ്സിൽ രണ്ടുപേരും ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ A. പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്തതിന് ശേഷം രണ്ടുപേരിലേക്കും അറസ്റ്റ് എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ A. പത്മകുമാറിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും. അത് പരിഗണിക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടാകും. ആ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും KP ശങ്കർദാസിനെയും ഒപ്പം വിജയകുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യുക. ഇതിൽ പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ 2019 മാർച്ച് മാസം ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ അന്ന് അജണ്ട തയ്യാറാക്കിയപ്പോൾ അജണ്ട നോട്ടീസിൽ 20ാമത് ഇനമായിട്ടാണ് ചെമ്പുപാളികൾ എന്ന് സ്വന്തം കൈപ്പടയിൽ A. പത്മകുമാർ എഴുതി ചേർത്തിരുന്നത്. ഇതാണ് പത്മകുമാറിൻ്റെ കുരുക്കായി മാറിയത്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിന് പകരമാണ് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം യോഗം ചേരുകയും യോഗത്തിന് ശേഷം തയ്യാറാക്കിയ മിനിറ്റ്സിൽ, അതായത് 20ാമത്തെ അജണ്ട പ്രകാരം ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാൻ തീരുമാനമായി എന്ന് പറയുന്ന തീരുമാനമെടുത്തിരിക്കുന്ന മിനിറ്റ്സിൽ ശങ്കർദാസും ഒപ്പം വിജയകുമാറും ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിയോജിപ്പുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അതിൽ വ്യക്തമല്ല. അങ്ങനെയാണ് ഒപ്പുവെച്ചെങ്കിൽ ആ ഇരുപേരും എഴുതി ചേർക്കണമായിരുന്നു. ഞങ്ങളുടെ വിയോജനക്കുറിപ്പോടു കൂടിയാണ് ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അല്ലെങ്കിൽ ഈ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടുകൊടുത്തത് എന്ന ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇരുവരിലേക്കും ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനുമുള്ള നീക്കം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റും ലേക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും A. പത്മകുമാറിൻ്റെ ഒപ്പം ഓഫീസിലുണ്ടായിരുന്ന പേഴ്സണൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകൾ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരെ ചോദ്യം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിൽ ചില ആളുകളിലേക്കും അറസ്റ്റ് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ A. പത്മകുമാറും ഒപ്പം N. വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ വിദേശത്തേക്ക് യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ ക്രമക്കേടുകളോ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്ത് വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടി ഒരു പക്ഷേ ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം വിദേശത്ത് പണപ്പിരിവ് നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് നടത്തിയോ എന്നുള്ള ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊരു നീക്കം കൂടി പ്രത്യേക അന്വേഷണ സംഘം നടത്തും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കാത്തിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് നിന്നും ഈ മാസം 17ാം തീയതി ശേഖരിച്ച ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ കവചങ്ങളിലെയും ഒപ്പം കട്ടളപ്പാളികളിലെ സ്വർണ്ണത്തകിടിൻ്റെയും ഒക്കെ ശാസ്ത്ര പരിശോധനാ ഫലമാണ്. ആ പരിശോധനാ ഫലം കിട്ടിയതിന് ശേഷമായിരിക്കും അനന്തര നടപടികളിലേക്ക് കടക്കുക. എന്നിരുന്നാൽ തന്നെയും 1999 ഈ വിജയമല്യയും സംഘവും ദ്വാരപാലക ശില്പങ്ങളിൽ അന്ന് സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. ഒപ്പം കട്ടളപ്പാളികളിലും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്കും ഇപ്പോൾ ലഭ്യമായ കണക്കും തമ്മിൽ ഒരു പൊരുത്തക്കേടുള്ളതായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ആ പൊരുത്തക്കേടിന് വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ അന്വേഷണം അനിവാര്യമായി വരും. അത്തരത്തിലൊരു
അന്വേഷണത്തിന് കൂടി പ്രത്യേക അന്വേഷണ സംഘം നീങ്ങും. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നിന്നും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ ശേഖരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഫലം ലഭ്യമാകും എന്നായിരുന്നു അന്ന് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് സമർപ്പിക്കും. എന്തായാലും അന്വേഷണവും ഒപ്പം ചോദ്യം ചെയ്യലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധമുള്ള ഇതിൽ 2019 അത് 2020 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ 2025 നടന്ന ക്രമക്കേടിനെക്കുറിച്ച് കൂടി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ 2005 ഉണ്ണികൃഷ്ണ പോറ്റിക്ക് വീണ്ടും ഈ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ വിട്ടു നൽകിയ സാഹചര്യം, അതിനിടയാക്കിയ സംഭവങ്ങൾ, ഇതൊക്കെ കുറിച്ച് ഒരു അന്വേഷണം കൂടി നടത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ഘട്ടങ്ങളിലായി ഈ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഒരു വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാനാണ് സാധ്യത. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണ് SIT. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും ശങ്കർദാസിനെയും SIT അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇരുവരെയും മാപ്പുസാക്ഷികളാക്കാനാണ് SITയുടെ നീക്കം ഉണ്ടാകുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.